എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഫാം സെറ്റായി, ബ്രീഡിംഗ് ഫാം അഡ്ജസ്റ്റബിൾ ബ്രീഡിംഗ് ഫാം സെറ്റായി. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റാക്കിയ ബ്രീഡിംഗ് ഫാം. ഓക്കെ, പക്ഷേ ഈ ബ്രീഡിംഗ് ഫാം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ ബ്രീഡിംഗ് ഫാം മാറ്റി അങ്ങോട്ടാക്കി. അപ്പോൾ അവിടെ കുറേ വില്ലേജേഴ്സ് ഇപ്പോൾ ഇതേ കിടപ്പുണ്ട്. കണ്ടോണം, ഇവിടെ ഈ ബ്ലോക്ക് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ വളർന്നോന്ന് എനിക്കറിയത്തില്ല, നോക്കാൻ വെയിറ്റൊക്കെ എൻ്റെ പിക്കാക്സ് എടുത്ത് വെച്ചിട്ട്. പിന്നെ ഞാൻ കുറച്ച് മൈനിങ്ങിന് പോയപ്പോൾ നമ്മുടെ ഡയമണ്ട് കണ്ടു. അപ്പോൾ ആ ഡയമണ്ടും എടുക്കണമെന്ന്. ഓക്കെ, അമ്മ വളർന്ന് വലുതായിട്ടുണ്ട്. ഓക്കെ, 6 പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ബാക്കി അതിനകത്തും കാണും. അമ്മാരും വളർന്ന് വലുതായിട്ടുണ്ട്. ഞാൻ അങ്ങനെ അടച്ചു വെച്ചാൽ ഇത് നമുക്ക് മാറ്റണം. ഓക്കെ, ഇവിടെ ആയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ വില്ലേജ് ബ്രീഡർ. ഇവിടെ ഉണ്ടായിരുന്ന ബ്രീഡർ അതെന്തായാലും അതാ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഞാൻ ഇറക്കി എന്നാൽ മതി, അമ്മനപ്പം തന്നെ വന്നോളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയൺ ഫാമാണ്. ഇതൊക്കെ ഞാൻ ഒരുപാട് പോയി ഇത് ചെയ്തേ, നമ്മുടെ ആ വില്ലേജിൽ പോയിട്ട് എടുത്ത് അയൺ ഫാം വേണം. പിന്നെ എനിക്ക് ഇതും കിട്ടിയാൽ പോയിൻ്റ് റെസ്പോൺസ് അയൺ ഫാം ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് അയണിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് അയൺ ഫാം ആദ്യം തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അയൺ ഫാം ഉണ്ടാക്കാനായിട്ട് ഞാൻ കണ്ടുവച്ചേക്കുന്ന സ്ഥലം എന്തായാലും അയൺ ഫാം നമുക്ക് ഓപ്പൺ ഏരിയയിൽ പണിയാൻ പറ്റത്തുള്ളൂ. കാരണം അത് അയൺ കൂടൊക്കെ സ്പോൺ ആണെങ്കിൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ ആയിരിക്കും, അങ്ങനെ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന അയൺ ഫാമാണ്. ഓക്കെ, അത്യാവശ്യം നല്ല അയൺ ഫാം ആയിരിക്കും. ഞാൻ ഇതിനുള്ള റിസോഴ്സസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കഷ്ടപ്പാടായിരുന്നു ഒരു സ്റ്റാക്ക് ഈ ലാഡർ ഇതൊക്കെ കണ്ടുപിടിക്കാൻ. ഒരു സ്റ്റാക്കിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഞാൻ നേരത്തെ എടുത്തു വെച്ചത് നമുക്ക് സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ആയിട്ടാണ് ഈ അയൺ ഫാം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അത്യാവശ്യം വലുതാണെന്ന് വെച്ചാൽ ഈ ഏരിയയിൽ പണിയാൻ പറ്റും. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്റർ ബ്ലോക്ക് ആയിട്ടുള്ള ഈ ബ്ലോക്ക് ഞാൻ സൈഡിൽ തട്ട് വെച്ചിട്ടുണ്ട്. ഈ ബ്ലോക്ക് കുടിക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഷവല് ഇവിടെ ഉണ്ട്. ഷവലുണ്ടോ? ഷവലില്ല, കുഴപ്പമില്ല. ഈ കേസ് വെച്ചിട്ട് പിടിക്കാം. ഇങ്ങനെ വിളിച്ചിട്ട് ഈ ബ്ലോക്കും ഈ 3 ബ്ലോക്ക് ഇങ്ങനെ മാറ്റണം. ഈ ബ്ലോക്ക് ഇങ്ങനെ മാറ്റി നിങ്ങൾ ടൈം ലാപ്സ് കണ്ടിട്ട് വാ. പിന്നെ ഗൈസ്, നമ്മുടെ ഈ ഒരു ചെസ്റ്റ് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന പോലെ 2 ചെസ്റ്റ് ഇവിടെ വെച്ച് ഇത് നമുക്ക് പൊട്ടിച്ച് മാറ്റാം. നമുക്കിപ്പോൾ അങ്ങോട്ട് ഇറങ്ങണമല്ലേ, ഇറങ്ങുമ്പോൾ ഒരു ചെസ്റ്റ് ഇങ്ങനെ പൊടിച്ചാൽ മതി. മണ്ടത്തരം, ഒരു ചെസ്റ്റ് ഇങ്ങനെ വെച്ച് വെയിറ്റാക്ക്. എന്നിട്ട് നമ്മുടെ ഹോപ്പർ ചെസ്റ്റ് അങ്ങനെ ഇപ്പോൾ ബിൽഡ് ചെയ്യും. അങ്ങനെ അതിലേക്ക് നോക്കിയിരിക്കുന്ന പോലെ. ഹോപ്പറല്ല, അങ്ങനല്ലല്ലോ. ഇങ്ങനല്ല ഇത് ഞാൻ എടുത്തോട്ടെ. ഈ ഹോപ്പറും എടുത്ത് ഇവിടെ ഒരു ഹോപ്പർ, ഇവിടെ ഒരു ഹോപ്പർ, എന്നിട്ട് ഇവിടെ ഒരു ഹോപ്പർ, ഇവിടെ ഒരു ഹോപ്പർ, ഇവിടെ ഒരു ഹോപ്പർ. ഹോപ്പർ വരുന്നല്ലോ, അത് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ക്യാമ്പ് ഫയറും കൂടെ വെക്കാം. കേസ് രാത്രിയും കൂടെ ആയി, ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടെ 2 ഇതും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫുൾ ബ്ലോക്ക് മേളിൽ ബെഡും വെച്ച്. ഇനി ആ സോംബിയും കൂടെ വെക്കാനുള്ള ഇതും കൂടെ ചെയ്താൽ മതി. സോംബിയെ വെക്കാൻ അത് ഞാൻ വീഡിയോ കാണിക്കാം. ബാക്കിയൊക്കെ ഞാൻ ടൈം ലാൻസ് ആയിട്ട് കൊടുത്തേക്കാം. ഇവിടെ 2 ബ്ലോക്കും വെച്ച് ആ ബ്ലോക്കിൻ്റെ മേളിൽ കയറി 1 2 3 4 5 ബ്ലോക്കും വന്ന് ആ ബ്ലോക്കിൻ്റെ മേളിൽ നമ്മുടെ ഉള്ള ആ ഡേറ്റ് ബ്ലോക്ക് തീർന്ന്
അതിൻ്റെ മേളിൽ നമ്മുടെ ഉള്ള ഈ ബ്ലോക്ക് തന്നെ വെക്കാം. അതിൻ്റെ മേളിൽ നമ്മൾ ഒരു ബ്ലോക്ക് ഇത് വെക്കണ്ട. ഈ ബ്ലോക്കല്ല, ഞാൻ എഴുതിയേക്കുന്നതനുസരിച്ച് മറ്റേ നമ്മുടെ സോൾ ബ്ലോക്കായിരുന്നു. ഇനി അത് ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെന്നാ. ഇവിടെ നിന്ന് എടുത്ത് ഓക്കെ. പിന്നെ നമ്മൾ ഇൻഫിനിറ്റി വാട്ടറിൽ നിന്ന് ഈ വെള്ളം എടുത്ത് നൈറ്റ് ആവുന്നതിന് മുമ്പ് ഇത് ചെയ്യണം. എന്നാലും ഞാൻ പിന്നെ ഷെയ്ഡർ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. സൂര്യൻ വരുമ്പോൾ കണ്ടോണം. നേരെ ഇവിടെ പോയിട്ട് ഇങ്ങോട്ട് ഒന്നുകൂടെ ഇതാകണം. ഒന്നുകൂടെ ഈ ബ്ലോക്കൊക്കെ പൊട്ടിച്ച് എടുത്തിട്ട് ഒരു ബ്ലോക്ക് വെച്ച് 2, 3, 4, 5 ഇതിൻ്റെ കറക്റ്റ് ഇതാണോ നോക്കിയിട്ട് നമ്മളെടുത്ത ആ സോൾ സാൻഡ് സോൾ സാൻഡ് ഇങ്ങോട്ട് വെച്ച്, എന്നിട്ട് സോൾ സാൻഡ് മേളിലേക്ക് നമ്മളൊരു ബ്ലോക്കും എടുത്ത് വെച്ചിട്ട് ഒരു ബ്ലോക്കും കൂടെ നമ്മൾ മേളിലോട്ട് വന്നിട്ട് ആ സോൾ സാൻഡിൻ്റെ മേളിലുള്ള ബ്ലോക്കിൽ നമ്മൾ 3 ഫെൻസ് ഗേറ്റും വെക്കണം. സൂപ്പർ ഫെൻസ് ഗേറ്റ് ഈ ബ്ലോക്കിലും. പിന്നെ അതിന് പകരം നമ്മുടെ ട്രാപ്പ് ഡോർ ഉണ്ടോ എൻ്റെ കയ്യിൽ? എൻ്റെ കയ്യിലില്ല, ഞാൻ എടുത്ത് ഈ ഫുള്ള് വെച്ച്. ഇന്നത്തെ ജോലി ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയ്ക്കായിട്ട് നമ്മൾ ഈ വില്ലേജേഴ്സിനെയൊക്കെ എടുത്ത് വെക്കാം. ഓക്കെ. എന്നിട്ട് ഈ ട്രാപ്പ് ഡോറെല്ലാം ക്ലോസും ചെയ്ത് ഇങ്ങോട്ട് കയറി നിന്ന് ഈ ബ്ലോക്കും പൊട്ടിച്ച് മാറ്റി ഇവിടത്തേക്കൊരു വെള്ളം ഒഴിച്ച് ആ വെള്ളം അതിലേക്കൂടെ പോകും. ആ വെള്ളം തിരിച്ചെടുത്ത് നോക്കാം ഇവിടെ എന്നാ സംഭവം. നമ്മൾ ഫെൻസ് ഗേറ്റ് മാറിപ്പോയി. അപ്പോൾ ഈ ഫെൻസ് ഗേറ്റും കയ്യിലോട്ട് വരുമോ? താഴെ പോയി എടുക്കണം. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഇവിടെ ഇടിയൊക്കെ ആയി തുടങ്ങി, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് കൂടെ ബെല്ലൈക്കൺ കൊണ്ട് പുതിയ